ലെസന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പൊ നമ്മൾ +1 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഫ്രിക്ഷനെ കുറിച്ചാണ്. അപ്പൊ ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും പറഞ്ഞു, അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷനും പറഞ്ഞു. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു, കൈനറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഓരോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് അതിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. Static friction opposes impending motion. അതായത് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ that would take place under the applied force if there is no friction. If there was no friction. ഈ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര പറയുന്നുള്ളൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു കുറച്ച് ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. ചെറിയ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷെ ചെറിയ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുമ്പോൾ എന്തില്ല, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ മൂവ് ചെയ്യാത്തപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതായിരുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ അത് പറയുന്നത്, അതിലൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരുന്നു? മൂവ് ചെയ്യുമായിരുന്നു. ഫ്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമായിരുന്നു. ബട്ട് ആ മൂവ് ചെയ്യേണ്ട ആ സംഭവത്തെ ആണ് എന്ത് ഒപ്പോസ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. ശരിക്കും ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അത് മൂവ് ചെയ്യേണ്ടതായിരുന്നു. ആ മൂവ് ചെയ്യേണ്ട സംഭവത്തെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. ഇംപെൻഡിങ് മോഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ജസ്റ്റ് അതിനെക്കുറിച്ച്, ആ ഫ്രിക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ കാര്യം. ഇനി അടുത്തൊരു കാര്യം ഫ്രിക്ഷനെ കുറിച്ച് പറയാനുള്ളത്, ഫ്രിക്ഷൻ എന്തല്ല, മോഷനെ അല്ല ഒപ്പോസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത് എന്തിനാണ്? റിലേറ്റീവ് മോഷനെയാണ് ശരിക്കും ഒപ്പോസ് ചെയ്യുന്നത്. റിലേറ്റീവ് മോഷൻ, അതായത് രണ്ട് സർഫസ് ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ രണ്ട് സർഫസുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെയാണ് എന്ത് ഒപ്പോസ് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നത്, അല്ലാതെ മോഷനെ അല്ല. അത് എക്സാമ്പിൾ മനസ്സിലാവണമെങ്കിൽ ഈ കാര്യം NCERT ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റിൽ ഫ്ലോറിൽ വെച്ച ഒരു ഒബ്ജക്റ്റ്, ട്രെയിൻ കമ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലോറിൽ വെച്ച ഒരു ഒബ്ജക്റ്റ് ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഈ ഒബ്ജക്റ്റും എന്തായിരിക്കും? ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഈ ഒബ്ജക്റ്റിന് ട്രെയിനിന്റെ ഉള്ളിൽ ഒരു മൂവ്മെന്റ് ഒന്നും ഇല്ല. അതായത് ട്രെയിനിന്റെ ഉള്ളിലുള്ള ഈ ഒബ്ജക്റ്റിന് ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതും ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ്. അതായത് ആ ഒബ്ജക്റ്റിന് മൂവ്മെന്റ്സ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റും ട്രെയിനും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ആബ്സെന്റ്. റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. ആ ട്രെയിനും ആ ഒബ്ജക്റ്റും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല.
ആ ട്രെയിനും ആ ഒബ്ജക്റ്റും തമ്മിൽ എന്തില്ല, റിലേറ്റീവ് മോഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനല്ല ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് ട്രെയിനിന്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൂവ്മെന്റിനല്ല ശരിക്കും ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ അവിടെയുള്ള ആ ഒബ്ജക്റ്റും ട്രെയിനിന്റെ ഫ്ലോറിന്റെ സർഫസും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അത് ഒപ്പോസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒബ്ജക്റ്റ് ട്രെയിനനുസരിച്ച് റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്നുണ്ടോ അതിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ട്രെയിനും ആ ഒബ്ജക്റ്റും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകാൻ ഫ്രിക്ഷൻ സമ്മതിക്കില്ല. അപ്പോൾ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റും ട്രെയിനും. ഇപ്പോൾ ഒരു ഫ്ലോറിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇത് ട്രെയിനിന്റെ ഫ്ലോർ ആയിട്ട് വിചാരിക്കണം. ഇത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫ്ലോറിൽ വെച്ച ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒബ്ജക്റ്റും ട്രെയിനും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവാൻ ഫ്രിക്ഷൻ സമ്മതിക്കില്ല. ശരിക്കും നോക്കുമ്പോൾ എന്താണ്, ട്രെയിനും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൂവ്മെന്റിനെ അല്ല ശരിക്കും ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഈ രണ്ട് സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റും ട്രെയിനും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, അതായത് ട്രെയിന് പോകുന്നതിന് ഡിഫറെന്റ് ആയിട്ട് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ഫ്രിക്ഷൻ സമ്മതിക്കില്ല. ഫ്രിക്ഷൻ അതിനെയാണ് ശരിക്കും ഒപ്പോസ് ചെയ്യുന്നത്, റിലേറ്റീവ് മോഷനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ഈ കാര്യം NCERT ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ ഉള്ളിലുള്ള ഒരു ഒബ്ജക്റ്റ് അത് അതിന്റെ റിലേറ്റീവ് മോഷനെയാണ് ശരിക്കും ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലാതെ മോഷനെ അല്ല, റിലേറ്റീവ് മോഷൻ. ആ രണ്ട് സർഫസ് അല്ലെ ആ രണ്ട് ഒബ്ജക്റ്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള റിലേറ്റീവ് മോഷനാണ് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുക. അപ്പൊ ആ കാര്യം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രിക്ഷനിലെ ഒരു പ്രോബ്ലം നോക്കാം. ഈ ഫ്രിക്ഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം തന്നെയാണ്. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary. Maximum acceleration of the train. Determine the maximum, A max. ചുരുക്കി എഴുതിയതാണ്. Maximum acceleration of the train. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary. ഇത് ട്രെയിനിന്റെ ഫ്ലോർ ആയിട്ട് വിചാരിക്കുക. അപ്പൊ അതിലൊരു ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നുണ്ട്. ഇത് ട്രെയിനിന്റെ ഫ്ലോർ ആണ്. അതിലൊരു ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നുണ്ട്, അതായത് അവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μs തന്നിട്ടുണ്ട്, ഈക്വൽ ടു 0.15. μsന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ ദി മാക്സിമം ആക്സലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. അതായത് ട്രെയിനിന്റെ മാക്സിമം ആക്സലറേഷൻ, ട്രെയിനിന് പോകാവുന്ന മാക്സിമം ആക്സലറേഷൻ കണ്ടീഷൻ എന്താണ്, ഈ ഒബ്ജക്റ്റ്, ഈ ഫ്ലോറിൽ കിടക്കുന്ന ഈ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിരിക്കണം. അതായത് ഫ്ലോറിൽ കിടക്കുന്ന ഒബ്ജക്റ്റിന് സ്റ്റേഷനറി ആയിരിക്കണം എന്ന് വെച്ചാൽ അതിന് റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. ട്രെയിനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ് മോഷൻ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ആ കണ്ടീഷനിൽ മാക്സിമം ആക്സലറേഷൻ, എത്ര മാക്സിമം ആക്സലറേഷൻ ഈ ട്രെയിനിന് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ mg എന്നുള്ള ഒരു ഫോഴ്സ് താഴോട്ടുണ്ടാവും, നോർമൽ റിയാക്ഷൻ n മുകളിലോട്ടുണ്ടാവും. n എത്രയായിരിക്കും, n mg തന്നെ ആയിരിക്കും. ഈ കേസിൽ n നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് മുകളിലോട്ടുള്ള അത് നോർമൽ റിയാക്ഷൻ mg ആണ്. ഇനി ട്രെയിന് ആക്സിലറേറ്റ് ചെയ്യുന്ന എ എന്നുള്ള ആക്സിലറേഷൻ ആണ് വിചാരിക്കുക. ട്രെയിന് ആക്സിലറേറ്റ് ചെയ്യുന്ന എ എന്നുള്ള ആക്സിലറേഷൻ ആണ് വിചാരിക്കുക. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണമാണ് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എ എന്നുള്ളത് എന്ത് കാരണമാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ma ഇതിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് Fs ആയിരിക്കും. Fs നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs ഇൻറ്റു n. n എന്തായിരുന്നു ഇവിടെ, mg. അതായത് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ, ട്രെയിൻ ചെയ്യാനുള്ള ആക്സിലറേഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്ത് കാരണമാണ്, ആ ട്രെയിനും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് കാരണമാണ് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണമാണ് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. അതുകൊണ്ട്
എം എ ഈക്വൽ ടു എഫ് എസ്, അത് മൂവ് ഒന്നും ചെയ്യുന്നില്ല. എം എ ഈക്വൽ ടു എഫ് എസ് ആയിരിക്കും ആ കണ്ടീഷൻ. എം എ ഈക്വൽ ടു എഫ് എസ്, ഈ ഒബ്ജക്റ്റ് ഏതുമായിട്ട് ട്രെയിനിന്റെ ഫ്ലോ റേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എം എ ഈക്വൽ ടു എഫ് എസ്. എഫ് എസ് എന്തിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എം ജി. മ്യൂ എസ് എൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ എന്ത് ലഭിക്കും? ഇവിടെ എം ക്യാൻസൽ ചെയ്താൽ എമ്മും ക്യാൻസൽ ചെയ്താൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി എന്ന് ലഭിക്കും. അപ്പോൾ എന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എ മാക്സ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി ഈക്വൽ ടു മ്യൂ എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 ഇൻറ്റു 9.8, 0.15 ഇൻറ്റു 9.8, അല്ലെങ്കിൽ ഇവിടെ ജി എടുത്തിരിക്കുന്നത് 10 ആണ്. ജിന്റെ വാല്യൂ 10 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.15 ഇൻറ്റു 10 ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ പ്രോബ്ലത്തിൽ ജിന്റെ വാല്യൂ 10 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂ എസിന്റെ എം ജി ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്ത് കാരണമാണ്? ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണമാണ് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. അപ്പോൾ എം എ ഈക്വൽ ടു എഫ് എസ്, എം എ ഈക്വൽ ടു എഫ് എസ്, ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്ന വാല്യൂ ഈക്വൽ ടു എം എ. അതായത് ഇതിന് റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ല, ഈ ഒബ്ജക്റ്റും ഇതായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എം എ ഈക്വൽ ടു എഫ് എസ്. അപ്പോൾ ശരിക്കും ഫ്രിക്ഷൻ കാരണമാണ് ഏതിന് ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ലഭിക്കുന്നത്. ട്രെയിനിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലോട്ട് ആക്സിലറേഷൻ ലഭിക്കുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. ട്രെയിനിന്റെ ഫ്ലോറും ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഈ ആക്സിലറേഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എം എ ഈക്വൽ ടു എഫ് എസ്, അതിൽ നിന്ന് നമുക്ക് എ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ജി എന്ന് ലഭിക്കും. അത് അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മ്യൂ എസ് ജി ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആക്സിലറേഷൻ ഓഫ് ദ ബോക്സ് ഈസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് ഈ ട്രെയിനിൻ്റെ ഈ ബോക്സിൻ്റെ ആക്സിലറേഷൻ ഏത് കാരണമാണ്? ആക്സിലറേഷൻ ഓഫ് ദ ബോക്സ് ഈസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് ട്രെയിനിൻ്റെ ഫ്ലോറ്, അതിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഒബ്ജക്റ്റ് ട്രെയിനിൻ്റെ ഫ്ലോറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്തില്ല? റിലേറ്റീവ് മോഷൻ ഇല്ല. ട്രെയിനിൻ്റെ ഫ്ലോറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിന് റിലേറ്റീവ് മോഷൻ ഇല്ല, അതാണ് പറഞ്ഞത്. പക്ഷെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ശരിക്കും ഈ ട്രെയിൻ എ എന്നുള്ള ആക്സിലറേഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, എ എന്നുള്ള ആക്സിലറേഷനിൽ ഇങ്ങോട്ട് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ ബോക്സിൻ്റെയും ട്രെയിനിൻ്റെ ഫ്ലോറിൻ്റെയും സർഫസ് തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ബോക്സ് എങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു? പിറകോട്ട് എ എന്നുള്ള ആക്സിലറേഷനിൽ മൂവ് ചെയ്യായിരുന്നു. ശരിക്കും ഈ ഫ്ലോറിൻ്റെ ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ട്രെയിൻ ഇങ്ങോട്ട് എ എന്നുള്ള ആക്സിലറേഷൻ പോവുകയാണെങ്കിൽ ബോക്സ് എ എന്നുള്ള ആക്സിലറേഷനിൽ പുറകോട്ട് പോവും. പക്ഷേ അങ്ങനെ പോകുന്നില്ല. ട്രെയിനിനെ സംബന്ധിച്ച് ട്രെയിനിൻ്റെ ഫ്ലോറിലുള്ള ഒബ്ജക്റ്റ് പുറകോട്ട് പോവാതെ അവിടെ തന്നെ ട്രെയിനിനെ സംബന്ധിച്ച് ഇത് സ്റ്റേഷനറി ആയി നിൽക്കുകയാണ്. ട്രെയിനായിട്ട് നോക്കുമ്പോൾ റിലേറ്റീവ് മോഷൻ 0 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോവേണ്ടതാണ് ശരിക്കും, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ ഉള്ള മോഷൻ ആരാണ് ഒപ്പോസ് ചെയ്യുന്നത്? ഈ സർഫസുകൾ തമ്മിലുള്ള ഫ്രിക്ഷനാണ് ഒപ്പോസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഇങ്ങോട്ട് ഒരു എ എന്നുള്ള ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യും, ഫ്രിക്ഷൻ ഇങ്ങോട്ട് എ എന്നുള്ള ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യും. അതാണ് ആക്സിലറേഷൻ ഓഫ് ദ ബോക്സ് ഈസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് എ എന്നുള്ള ആക്സിലറേഷനിൽ മൂവ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ എ എന്നുള്ള ആക്സിലറേഷൻ ഫ്രിക്ഷൻ നൽകിക്കൊണ്ട് ഇതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ എന്തായി? ട്രെയിനും ഈ ബോക്സും കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ബോക്സിൻ്റെ റിലേറ്റീവ് മോഷൻ എന്താണ്? റിലേറ്റീവ് മോഷൻ 0 ആണ്. ട്രെയിനും ഈ ബോക്സും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് മോഷൻ 0 ആണ്. പിന്നെ ഇവിടെ പറയുന്ന ആക്സിലറേഷൻ ഓഫ് ദ ബോക്സ് ഈസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇത് ജനറലി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ട്രെയിനിൻ്റെ കൂടെ ഇത് ആക്സിലറേറ്റ് ചെയ്ത് പോവാൻ കാരണം, അത് ആരാണ്
അതിന് കാരണം എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഈ ട്രെയിനിൻ്റെ കൂടെ ഇത് ആക്സലറേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഇത് പുറകോട്ട് പോകേണ്ട ഏക്ക് പകരം അതിന് ആക്സലറേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ട്രെയിൻ ചെയ്യാന്നുള്ള ആക്സലേഷനിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ബോക്സ് ശരിക്കും പിറകോട്ട് ചെയ്യാന്നുള്ള ആക്സലേഷൻ പോകേണ്ടതാണ്. അതിനെ ഒപ്പോസ് ചെയ്ത് ഫ്രിക്ഷൻ എന്നുള്ള ആക്സലേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെ നിർത്തും. ഫ്രിക്ഷൻ എന്നുള്ള ആക്സലറേഷൻ കൊടുത്തിട്ട് അതിനെ അവിടെ നിർത്തും. അപ്പോൾ ഫ്രിക്ഷൻ്റെ വാല്യൂ μs(mg), അതുപോലെ ഇതിൻ്റെ വാല്യൂ ma ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs(mg) ആയിരിക്കണം. എങ്കിലേ അത് എന്താവുള്ളൂ? അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുള്ളൂ. ഈ ട്രെയിനിൻ്റെ ആക്സലറേഷൻ കൂടി കുറച്ചും കൂടി കുറേ ഇതിനേക്കാളും കൂടിയാൽ ഇതെന്ത് ചെയ്യും? പിറകോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫ്രിക്ഷൻ അത്രേ ഒപ്പോസ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. ma ഈക്വൽ ടു μs(mg) വരെ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. ma അതിനേക്കാളും കൂടിയാൽ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്ത് നിർത്താൻ കഴിയില്ല. മാക്സിമം ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന വാല്യൂ എന്ന് പറയുന്നത് μs(mg) ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇത് ശരിക്കും പുറകോട്ട് പോകേണ്ടതാണ്. അതിനെ പുറകോട്ട് പോവാതെ ആക്സലറേഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ആക്സലറേഷൻ കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ശരിക്കും എന്നുള്ള ഫോഴ്സിൽ പുറകോട്ട് പോകേണ്ടതാണ്. അതിനെ പുറകോട്ട് പോവാതെ പിടിച്ചു നിർത്തുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ma μs(mg) തമ്മിൽ റിലേഷൻ വരുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആക്സലറേഷൻ ഓഫ് ദ ബോക്സ് ഈസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡിസ്കസ് ചെയ്ത വേറൊരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് ഇതായിരിക്കും, μs(n) ആയിരിക്കും. n ആ കേസിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. μs(n) ആയിരിക്കും. അതെപ്പോഴും ഏതിനായിട്ട് ഇക്വേറ്റ് ചെയ്യുക? ma ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. m ആക്സലറേഷൻ ഓഫ് ദാറ്റ് ബോഡി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അധിക കേസിലും ഇങ്ങനത്തെ ഫ്രിക്ഷന് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് അവിടെ നടക്കുന്ന സംഭവം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫ്രിക്ഷൻ ഫോഴ്സ് ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ma ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs(n) എന്ന് എഴുതുക. ma ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs(n) ma ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs(n) എന്ന് എഴുതുക. അതായത് ഇതിനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കും. ആ ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ എത്തിച്ചേരുക. ഇവിടെ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഇത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമുല വെച്ച് നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് കണ്ടെത്താവുന്നതാണ്. അത് മൂവ് ചെയ്യാനുള്ള കണ്ടീഷനും, അതുപോലെ മൂവ് ചെയ്യാനാണെങ്കിൽ ma ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു μs(n) ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സിനെ മറികടക്കണം. മൂവ് ചെയ്യാതെ റെസ്റ്റിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൂവ് ചെയ്യേണ്ട കണ്ടീഷൻ ഇവിടുന്ന് ലഭിക്കും. അതുപോലെ മൂവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ, അങ്ങനെ ഓരോന്ന് ആ പ്രോബ്ലം അനുസരിച്ച് നമുക്ക് ഇതുപോലെ ആ സംഭവത്തെ കുറിച്ച് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഓരോ ഫോർമുല വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ ഫോർമുല വെച്ച് നമുക്ക് ഇതുപോലെ ഇക്വേഷൻ അറിയെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും ഇതായിരിക്കും, μs(n) ആയിരിക്കും. അത് വെച്ചിട്ട് അത് m ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ലിമിറ്റിംഗ് കണ്ടീഷൻ വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ളത്, അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് എ മാസ് ഓഫ് 4 കിലോഗ്രാം റെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഫിഗർ മാത്രം വയ്ക്കുകയാണ്. പ്രോബ്ലം NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതിൻ്റെ മാസ് എന്നുള്ളത് 4 കിലോഗ്രാം, m = 4 കിലോഗ്രാം. ഇത് റെസ്റ്റ് വന്ന ഇതിൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 15 ഡിഗ്രി. ആംഗിൾ തീറ്റ എന്നുള്ളത് 15 ഡിഗ്രി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്, ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്.
ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്, അതായത് ഈ മാസ് ഈ സർഫസിന് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാനുള്ള മ്യൂഎസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂഎസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദിസ് സർഫസ് ആൻഡ് ദിസ് ബ്ലോക്ക്, ഈ 4 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റും ഈ സർഫസും തമ്മിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂഎസ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ബിഗിൻ ടു സ്ലൈഡ്, അത് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാനുള്ള മ്യൂഎസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. ഇതിലുള്ള ഫോഴ്സസ് അറിയാം. എം ജി എന്ന് പറഞ്ഞാൽ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും എം ജി. അപ്പൊ ഇതെന്തായിരിക്കും? ഈ ഓരോ ആംഗിൾസും പറയാം. ഈ ആംഗിള് എന്തായിരിക്കും? തീറ്റ എന്നായിരിക്കും. ഈ ആംഗിള് തീറ്റ എന്നായിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിളാണ് തീറ്റ. തീറ്റ ഈക്വൽ ടു 15 ഡിഗ്രി. ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഈ ആംഗിൾ തീറ്റ എന്ന് പറയാൻ കാരണം നമ്മൾ വരക്കുന്ന ഇത് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു, ഇത് ഇങ്ങോട്ടും വരച്ചു. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് 90 മൈനസ് തീറ്റ. അതുപോലെ ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഈ എം ജി എന്നുള്ളത് താഴോട്ട് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് 90 ഡിഗ്രി. അപ്പൊ ഇത് തീറ്റ ആയിട്ട് തന്നെ വരും. അത് നമ്മൾ സോൾവ് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. ഫിഗർ വേണമെങ്കിൽ ഒന്നുകൂടി വരക്കാം. ഈ തീറ്റ ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരച്ചത്. എം ജി താഴോട്ട് വരുമ്പോൾ നേരെ ഡൗൺവേർഡ്സ്. അപ്പൊ ഇത് 90 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്നിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു പെർപെൻഡിക്കുലർ ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഇത് തീറ്റ, ഇതെന്താണ്? 90 മൈനസ് തീറ്റ. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് നമ്മൾ 90 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് 90 ഡിഗ്രി ആയിട്ട് എടുത്തത്. അപ്പൊ ഇത് തീറ്റ ആയിരിക്കും. അത് ആ ട്രയാങ്കിളുടെ പ്രോപ്പർട്ടി വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തീറ്റ ആയിരിക്കും വരുന്നത്. എങ്ങനെ വരുന്നത് അറിയണമെന്നില്ല. ഇങ്ങനത്തെ അധിക പ്രോബ്ലത്തിലും ഇവിടെ തീറ്റ ആയിട്ട് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് തീറ്റ ആയിരിക്കും. അത് ട്രയാങ്കിൾ വെച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. അത് തീറ്റ തന്നെ ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? എം ജി കോസ് തീറ്റ. ഇത് എം ജി സൈൻ തീറ്റ. അതുപോലെ ഇതിന്റെ നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും? ഈ കോണ്ടാക്ട് ഉള്ള സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് സർഫസ് തമ്മിലാണല്ലോ ഇവിടെ കോണ്ടാക്ട് ഉള്ളത്. ഈ ഒബ്ജക്റ്റും ഈ സർഫസും തമ്മിലാണ് കോണ്ടാക്ട് ഉള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചാൽ താഴോട്ട് മൂവ് ചെയ്യാനാണ് നോക്കുക. താഴോട്ടാണ് മൂവ് ചെയ്യാൻ നോക്കുക. എം ജി സൈൻ തീറ്റ കാരണം താഴോട്ടാണ് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? അങ്ങോട്ട്. എം ജി സൈൻ തീറ്റ കാരണം ഇത് താഴോട്ട് മൂവ് ചെയ്യാൻ നോക്കും. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അങ്ങോട്ട്. ഈ എം ജി സൈൻ തീറ്റയും നോർമൽ റിയാക്ഷനും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പൊ n ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. n ഈക്വൽ ടു മുകളിലേക്ക് n, ഇത് എം ജി സൈൻ തീറ്റ. അത് തമ്മിൽ ക്യാൻസൽ ആവും. പിന്നുള്ളത് നമ്മൾ എം ജി സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കിയത്? എം ജി കോസ് തീറ്റ എം ജി സൈൻ തീറ്റ ആക്കി എഴുതി. അതിന് ശേഷമുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതുപോലെ എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ്. എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ്. അപ്പൊ ഈ എം ജി സൈൻ തീറ്റ എഫ് എസ് മാക്സിമത്തിനേക്കാളും കൂടുതലാണെങ്കിൽ, എം ജി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എസ് മാക്സിമം ആണെങ്കിൽ ഫ്രിക്ഷന്റെ മാക്സിമത്തിനേക്കാളും ഈ എം ജി സൈൻ തീറ്റ കൂടുതലാണെങ്കിൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. ആ കണ്ടീഷനിൽ എത്തും. എം ജി സൈൻ തീറ്റ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഈക്വലോ അതിന് കൂടുതലോ ആകുമ്പോൾ എന്താവും? ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. അതിനേക്കാളും അതിന്റെ ഈ മാക്സിമം ഫ്രിക്ഷന് ഒപ്പം എത്തുമ്പോൾ ഇത് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഉദ്ദേശിക്കുന്നത് ഒരു ലിമിറ്റിംഗ് കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാല്യൂക്ക് എത്തുമ്പോൾ ഉള്ള വാല്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല മൂവ് ചെയ്യാനാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുള്ള ഏത് വാല്യൂ കൊടുത്താലും അത് മൂവ് ചെയ്യും. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലിമിറ്റിംഗ് കണ്ടീഷനിൽ എത്തുമ്പോഴുള്ള
ആ ഒരു മ്യൂ എസ് കണ്ടെത്താനാണ്. അപ്പൊ എഫ് എസ് മാക്സിമത്തിന്റെ വാല്യൂ എന്തായിരുന്നു? എഫ് എസ് മാക്സിമത്തിന്റെ വാല്യൂ എന്നുള്ളത് എം ജി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. മ്യൂ എസ് ഇൻറ്റു എൻ. എം ജി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. എൻ എന്നുള്ളത് എന്താണ്? എം ജി എൻ എന്നുള്ളത് ഇവിടെ എം ജി കോസ് തീറ്റ ആണ്. എൻ എന്നുള്ളത് എം ജി കോസ് തീറ്റ ആണ്. എം ജി സൈൻ തീറ്റ അല്ല, എം ജി കോസ് തീറ്റ ആണ്. നേരത്തെ മിസ്റ്റേക്ക് പറ്റി. അതായത് എൻ എന്നുള്ള എം ജി കോസ് തീറ്റ ആണ്. അപ്പോൾ എം ജി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ. എന്നിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എം ജി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എം ജി കോസ് തീറ്റ. എന്നിന്റെ വാല്യൂ എം ജി കോസ് തീറ്റ. ഇവിടെ ക്യാൻസൽ ആയുള്ള എം ജി ക്യാൻസൽ ആവും. പിന്നെ സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് കോസ് തീറ്റ. സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് കോസ് തീറ്റ. സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് കോസ് തീറ്റ എന്ന് ലഭിക്കും. അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കൺസിഡർ ചെയ്യുക. ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ്, അല്ലെങ്കിൽ മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഈ കണ്ടീഷനിലാണ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ എത്തുന്നത്. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ അത് ഏതായാലും മൂവ് ചെയ്യും. ജസ്റ്റ് ബിഗിൻ ടു സ്ലൈഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എത്രയായിരിക്കും? 15 ഡിഗ്രി. അപ്പം ടാൻ 15 ഡിഗ്രി, ടാൻ 15 ഡിഗ്രി ഈക്വൽ ടു, ഈ പ്രോബ്ലം NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ഈക്വൽ ടു 0.27. ഈക്വൽ ടു 0.27. മ്യൂ എസ് ഈക്വൽ ടു 0.27. അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ആകാനുള്ള മ്യൂ എസിന്റെ വാല്യൂ ആയിരുന്നു ചോദിച്ചിരുന്നത്. മ്യൂ എസ് ഈക്വൽ ടു എന്ത്? 0.27. മ്യൂ എസിന്റെ വാല്യൂ നമുക്ക് ലഭിച്ചു. അപ്പോൾ അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും പ്രോബ്ലംസും ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അടുത്ത റോളിംഗ് ഫ്രിക്ഷനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.